ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. എപ്പോഴും പറയേണ്ട കാര്യമില്ല എന്നറിയാം. എല്ലാ കാര്യങ്ങളും വളരെ സേഫായിട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പ്രത്യേകം ഓർക്കുക, നമ്മുടെ സുരക്ഷ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം ടേക്ക് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രൈഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര എക്സെപ്ഷണലി വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇന്ന് നടക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാൻ എപ്പോഴും ഇഷ്ടമാണല്ലോ. ഇപ്പം ഞാനിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിൻ്റെ ഇവിടെയാണ് കേട്ടോ. അവിടെയാണ് ഇരിക്കുന്നത്. കാരണം പുറത്ത് കുറച്ച് വെയിലുണ്ട്. ഞാൻ വിചാരിച്ച അമ്മയുടെ പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ പോയിരിക്കാമെന്ന് വിചാരിച്ച്. അവിടെ ഇപ്പോൾ നിറച്ച് വെയിലാണ്. വെയിലിൻ്റെ ഇടയിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞാൽ ഞാനും ക്ഷീണിക്കും. പിന്നെ ആ ഫ്ലവേഴ്സിൻ്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് ഫോണിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയിലല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെൽഫി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫോണിൽ ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അന്നേരം ഞാൻ അതിൻ്റെ വെയിലിൻ്റെ ഇടയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ പൂക്കളുടെ ഭംഗിയൊന്നും ശരിക്കും കിട്ടില്ല. അതല്ലാതെ ഞാൻ വേറെ കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൂക്കളുടെ. നല്ല രസമാണ് കാണാനായിട്ട്. അത് ഒന്നെങ്കിൽ ഈ വ്ളോഗിൻ്റെ ഒപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്ളോഗിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ന് അമ്മ ഒരു കിടിലൻ പാവയ്ക്ക മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാവരും കുറച്ച് ദിവസം മുന്നേയൊക്കെ ചോദിച്ചിരുന്നു പാവയ്ക്ക മസാലയുടെ വീഡിയോ കാണിക്കാമെന്ന്. അപ്പോൾ ഇനി അധികം വൈകിക്കാതെ തന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അക്കൂട്ടത്തിൽ ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തുടങ്ങാം. പിന്നെ ഉച്ചത്തെ ഫുഡൊന്നും കാണിക്കുന്നില്ല, കാരണം അത് യൂഷ്വലി നമ്മുടെ വ്ളോഗിൽ കാണിക്കുന്നതാണ്. പിന്നെ ഇന്ന് വേറൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്കും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഫുഡല്ലാതെ മറ്റ് കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടി ക്ലബ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് കേട്ടോ. അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേക്കണേ? വട്ട ബ്രെഡ് മതിയല്ലോ, മുട്ട ഓംലെറ്റ്, പിന്നെ ഇതന്നെ പതിവില്ലാതെ കാപ്പിയൊക്കെ വെച്ചേക്കണേ. ഞാൻ കാപ്പി കുടിക്കാറില്ലല്ലോ, ഇന്ന് ഇത് കുടിക്കാം. ഇതോ ഹായ്, ക്യാരറ്റ് തോരൻ, മൈ ഫേവറേറ്റ് ക്യാരറ്റ് തോരൻ. പിന്നെ മീൻകറി. അങ്ങനെ മീൻകറി സ്ഥിരം നമ്മൾ കാണിക്കുന്നത്. അത് എപ്പോഴും ആൾക്കാർക്ക് പോറും. വൈകുന്നേരത്തേക്കുള്ളതേ തേര് ഉറവിച്ച് വെച്ചിട്ടുണ്ട് ഒരു പരിപാടിക്ക്. വെള്ളരിക്ക പച്ചടി. പച്ചടി ഇത് വൈകുന്നേരമാണോ ഉണ്ടാക്കുന്നത്? വൈകുന്നേരം. ഇതന്നെ ഒരു അസാധാരണ കാറ്റ്. കാറ്റ് വന്ന് അമ്മ മേടിച്ചു. അവിടെ ഉണ്ടോ കാറ്റൊക്കെ? ഇപ്പൊ എന്താ ഈ കാലാവസ്ഥ ഇങ്ങനെയൊന്നും ഒരു പിടിയില്ല കേട്ടോ. എപ്പോഴും ഈ സമയത്തൊക്കെ ഒന്നും അങ്ങനെ മഴ കാണാറില്ലല്ലോ. എന്താണെന്നറിയില്ല, കാലാവസ്ഥക്കൊക്കെ ഓരോ വ്യതിയാനങ്ങൾ. അപ്പം ഇത് കഴിക്കാം ആദ്യം. ഒരാളിപ്പോൾ ഇതിലേ കടന്നു വരും കേട്ടോ. എന്നാ എടുത്തോണ്ട് വരണേ? പാല്. വൈകുന്നേരം കപ്പ കുഴക്കാനുള്ള കപ്പ. പിന്നെ വേറെ ഒരു കിറ്റുണ്ട്, ഡ്രസ്സ് തേക്കാൻ. അപ്പടെ മുണ്ടും ഷർട്ടും തേക്കാൻ കൊടുത്തത് അപ്പ എടുത്തോണ്ട് തന്നെ കവറില തേക്കാൻ കൊടുത്തത്. അത്ര ഐറ്റം ഒക്കെ പാവയ്ക്കൊക്കെ മേടിച്ചത് അങ്ങ് കൊണ്ടുപോയി വെച്ചു. പാവയ്ക്ക മസാല ഉണ്ടാക്കണം. നടന്നു കൊണ്ടുപോയി വെക്കട്ടെ. ഞാനേ നമ്മുടെ മിനിയേച്ചർ കുക്കിംഗ് കഴിഞ്ഞോണം ചെയ്തില്ലേ, അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അത് കുറച്ച് അടിപൊളി സെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം ഞാൻ നോക്കി നടക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് വിറകുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെക്കണം, കാരണം 2 ദിവസം കഴിയുമ്പോൾ മഴ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ ഓണത്തെ പോലെ ടെറസിൽ തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ വിറകുള്ളിയൊക്കെ എടുത്തു വെക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ തപ്പി നടക്കുകയാണ്. നോക്കട്ടെ, പുളിവിറക് എടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. അതാണ് അമ്മ പറഞ്ഞത്, പുളിവിറക് എടുക്കണത് നല്ലതെന്ന് അമ്മ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല ഉണങ്ങിയ പുളിവിറകും കുറച്ച് പൊതുമ്പും ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ നമുക്ക് മിനിയേച്ചർ കുക്കിംഗ് സെറ്റ് ചെയ്യാം. ഇവിടെ എന്താ വീണ് കിടക്കണോ? പെട്ടെന്ന് പാമ്പാന്ന് വിചാരിച്ച്. പാമ്പൊന്നുമല്ല കേട്ടോ, വാഴക്കച്ചി എന്തോ. അപ്പം ഞാൻ അതിന് പറ്റിയൊരു നല്ല പ്ലാറ്റ്ഫോമൊക്കെ നോക്കട്ടെ. എന്നിട്ട് അതിപ്പം നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, അതല്ലേ രസം. അപ്പോൾ നല്ല സർപ്രൈസായിട്ട് നമ്മൾ വമ്പൻ തിരിച്ചുവരവ് മിനിയേച്ചർ കുക്കിങ്ങിലൂടെ നടത്തുന്നതായിരിക്കാം. ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് പോരായ്മകൾ മനസ്സിലാവുന്നത്.
ഈ മിനി കുക്കിംഗ് ഉണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ സാധാരണ നോർമലി കുക്ക് ചെയ്യുന്ന പോലെ വലിയ പാത്രങ്ങളോ അടുപ്പൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പാത്രം ആയതുകൊണ്ട് ആ കുഞ്ഞു പാത്രത്തിലേക്ക് ഓരോന്ന് ഒഴിക്കാനും ഇളക്കാനും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മളത് എൻജോയ് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒപ്പം ഷൂട്ടിങ്ങും കൂടെ ചെയ്യല്ലേ, അപ്പോൾ എൻ്റെ ട്രൈപോഡും ക്യാമറയും ഫോണും ഒക്കെ വലുതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, നിലത്ത് വെച്ച് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി നമ്മളൊരു വമ്പൻ പൊളിച്ചടുക്കി ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഉടനെ തന്നെ മിനിയേച്ചറിൽ ചെയ്യും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പം എന്താ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി എന്താ കാണാൻ പോകണമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും നമുക്ക്. ഇതുണ്ടോ കോളിഫ്ലവർ നട്ടേക്കണുണ്ടോ, ജസ്റ്റ് നട്ടതേ ഉള്ളൂ കേട്ടോ, അത് വളരാറൊന്നും ആയിട്ടില്ല. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് നട്ടേക്കണ, പിടിക്കുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. പരീക്ഷണത്തിലൂടെ അല്ലേ വിജയങ്ങൾ കണ്ടെത്തുക പലപ്പോഴും. കോളിഫ്ലവർ എന്തായാലും പിടിച്ചിട്ടുണ്ട്, ശീതകാല പച്ചക്കറിയാണല്ലോ, അപ്പോൾ എന്തായാലും അത് ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ കായ്ബൽ ഉണ്ടാവുമായിരിക്കും, നോക്കാം. മോളെയൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഇതാണ് നമ്മുടെ മത്തൻ കുഞ്ഞുങ്ങൾ കേട്ടോ. ഒരു വീഡിയോയിൽ, അതായത് മത്തങ്ങേരിശ്ശേരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തൻ്റെ കുഞ്ഞുങ്ങൾ നട്ടിട്ടുണ്ടെന്ന്. അത് ആ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പം ഇതൊക്കെ വലുതായി, പറിച്ചിട്ടു കേട്ടോ. ആ അമ്മ വിളിക്കുന്നുണ്ട്, നമ്മുടെ പാവയ്ക്ക മസാല ഷൂട്ടിങ് തുടങ്ങാറായിട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോവാം. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പാവയ്ക്ക മസാല. നല്ല യമ്മി ടേസ്റ്റാട്ടോ, ഒട്ടും തന്നെ കയ്പറിയാത്ത ഒരു കറിയാണ്, നല്ല രുചിയാണ്. അത് ഞാൻ മുഖവരെ ഒന്നും പറയുന്നില്ല, നേരിട്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. അതായിരിക്കും നല്ലത്. ബാ നിങ്ങളും പോരെ. പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഐറ്റം, അതായത് പാവയ്ക്ക കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പാവയ്ക്ക മസാല എന്ന് തന്നെ പറയാം. ഞാനൊരു മാഗസീനിൽ കണ്ടതാണ്, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം പാവയ്ക്ക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. തവയിലേക്ക് ചേർക്കും, ഉപ്പ് പുരട്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പം അത് അവിടെ കിടന്ന് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു തവ വെച്ചിട്ടുണ്ട്. ആ തവയിലേക്ക് ഇത് നമ്മുടെ പുതിയ തവയാട്ടോ, പ്രസ്റ്റീജിന്റെ 18 സെന്റിമീറ്റർ ഓൺലൈൻ മേടിച്ചതാ. ഓൺലൈൻ ഓഫർ ഉണ്ടായിരുന്നല്ലോ ഓണം സീസണിൽ, അപ്പം മേടിച്ചാണ്. 18 സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ്. അത് 550 അല്ലേ ഓഫറിന്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഇടാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലിങ്ക് താഴെ ഇടാം. നല്ല ഫ്രൈങ് പാനാന്ന് അമ്മ പറഞ്ഞു, ഇങ്ങനെ പിടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളാന്നാ പറഞ്ഞത്. അതിന് സവോള മസാലകളാട്ടോ ഞാൻ പറയണേ, ഒരുമിച്ചാ വഴറ്റണേ. ഒരു ഫുൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ മറ്റേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ്. ഇഞ്ചി ഉണ്ട് അല്ലേ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, റൈറ്റ്, അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് വഴന്നു വരുമ്പോഴത്തേക്കും പാവയ്ക്കയും വഴന്നു വരും. ഞാൻ 2 തവയിലാക്കി, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നീങ്ങിക്കോട്ടെ നോക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്കും മറ്റൊരു ആയി വന്നോളും. പാവയ്ക്ക ഷാലോ ഫ്രൈ ആട്ടോ, ഫുൾ ഫ്രൈ അല്ല കേട്ടോ, ഷാലോ ഫ്രൈ. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ. ഹാഫ് ഫ്രൈ, ഹാഫ് ഫ്രൈ, അതെ, പല പേരിൽ അറിയപ്പെടും. മുടി വയ്ക്കണ്ട, ഇടയ്ക്ക് ഇളക്കി വിടണം. ഇതും ഞാൻ ഇടയ്ക്ക് ഇളക്കിക്കോളാം. ഇതിൻ്റെ പരുവാകുമ്പോൾ കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, ഈ പരുവായി വഴന്ന വന്നു. ഇനി ടൊമാറ്റോ ഇട്ടു, വീണ്ടും വഴറ്റുന്നു. വീണ്ടും വഴറ്റുന്ന ഒന്ന് ഇളക്കി കഴിഞ്ഞേച്ച് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കണം. എന്നിട്ട് അതിൽ കിടന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞേച്ച് പാവയ്ക്കയിലേക്ക് മിക്സ് ചെയ്യണം. കാരണം പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായിട്ട് ടൊമാറ്റോ അങ്ങ് ചെല്ലണം. ഇവിടെ പക്ഷെ കയ്പ്പ് ഇച്ചിരി എന്നാലാണ് കയ്പ്പൊക്കെ മാറുള്ളൂ. അതല്ലെങ്കിൽ കയ്പ്പ് കൂടുതൽ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ അത് ചെയ്യണില്ല, മിക്കവാറും ചെയ്യൂല. വാളംപുളി പിഴിഞ്ഞ് ചേർക്കണം ഇതിൽ. പക്ഷേ ഇവിടെ എല്ലാവർക്കും പാവയ്ക്കയ്ക്ക് ഇച്ചിരി കയ്പ്പ് വേണം, ഞാനൊഴികെ ഇവർക്കൊക്കെ. അതുകൊണ്ട് മിക്കവാറും പുളി ചേർക്കാൻ വഴിയില്ല. ഇൻ കേസ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മിക്സി കഴിഞ്ഞിട്ട് കയ്പുണ്ടായാലും മതി. ഇവിടെ കയ്പ്പാണ് വേണ്ട.
ഇനിയിപ്പോൾ ഇതിനെന്നാന്നറിയോ ചെയ്യണേ? ദേ ഈ പാകത്തിന് ഇത് വഴറ്റി മാറ്റി വെച്ചേക്കും. എണ്ണ അടിയിലുണ്ട്. എണ്ണ മാറ്റാനായിട്ട് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അതിൽ നിന്ന് കോരി എടുക്കണം. വേറെ പാത്രത്തിലാട്ടോ മിക്സിങ്. ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ദേ ഇച്ചിരി മുളക് പൊടി മതി, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് അധികം വേണ്ട. ഇത് മതി. മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ, എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച്. പൊടിക്ക് മഞ്ഞപ്പൊടി, പൊടിക്ക് മഞ്ഞപ്പൊടി, എല്ലാ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കാം കേട്ടോ. പൊടിക്ക് മല്ലിപ്പൊടിയും ചേർക്കും. പൊടിക്ക് ലേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ. കുറച്ചങ്ങോട്ട് പുറത്തേക്ക് വേണ്ടല്ലേ. തൂത്ത് കഴിഞ്ഞ് സ്മെല്ല് വരുമ്പോ അവിടെ നിന്ന് ചോദിക്കും എന്താ ഇന്ന് ഉണ്ടാക്കണേന്ന് കിച്ചണില്. ചിലപ്പോ വന്ന് നോക്കും എന്തായി എന്നൊക്കെ പരിപാടി. ഈ പാവയ്ക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ടേ. ഇനിയിപ്പോൾ എന്നാന്നോ ഇതിന്റെ ഒരു പച്ചപ്പ് മാറിയ എല്ലാം കൂടെ മിക്സിങ് ആട്ടോ പരിപാടി. അത്രേ ഉള്ളൂ. മിക്സ് ചെയ്ത് വെച്ച് കുറച്ചു നേരം വേവിക്കണം. കുറച്ച് എന്നാന്നോ പാവയ്ക്കയിലേക്ക് ഇത് പിടിക്കണ്ടേ, അതിന് വേണ്ടി. അപ്പോൾ ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. ഈ ടൊമാറ്റോയുടെ വെള്ളം കൊണ്ട് മാത്രം ആവൂല. അപ്പം നമുക്ക് ഇനി നമുക്കില്ലേ പാത്രം മാറ്റാട്ടോ. ഈ 2 പാത്രത്തിലും അല്ല വേവിക്കണം. ഞാൻ ആദ്യം ഓർത്ത് ഇതിൽ ശരിയാക്കാന്ന്. അപ്പൊ എന്റെ സ്വഭാവം വെച്ച് അതിൽ ഇളക്കുമ്പോ ചിലപ്പോ പുറത്തേക്കൊക്കെ വീഴും. അപ്പൊ എനിക്ക് തോന്നി അത് ശരിയാവൂല, പിന്നെ അതിൽ എണ്ണ മാറ്റണം, പിന്നെ അതൊക്കെ വിഷയം. അപ്പൊ നമ്മുടെ കൊച്ചി ചീനിച്ചിട്ട് എടുക്കാന്ന് കരുതിയതേ. ചെറുത് അമ്മയ്ക്ക് അങ്ങനെ പല പല പാത്രങ്ങളും പറ്റുണ്ട്. ഇതിൽ ഉൾക്കൊള്ളാനുള്ളത് എന്തായാലും ഉള്ളൂ. അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ ഇനി ചെയ്യാൻ പോണത് ആദ്യം ചെയ്യണം, അതവിടെ കിടന്നോട്ടതേ. ആദ്യം ചെയ്യണത് പാവയ്ക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതെ, മാറ്റുക. ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയണത്. ഇതിലേക്ക് മാറ്റി തവ അങ്ങ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഇനി ചെയ്യാൻ പോണത് കണ്ടോ, ഇനി എല്ലാം ഫാസ്റ്റ് ആയിരിക്കും. ഇനി അമ്മയുടെ കാര്യമായതുകൊണ്ട് ഫാസ്റ്റ് എങ്ങനെയാന്ന് ഊഹിക്കാലോ. പിന്നെ സ്വഭാവ രീതി വെച്ചേ സംസാരം പോലത് എൻ്റെ പണിയും നിങ്ങളെല്ലാരും പറയില്ല ഭയങ്കര ഫാസ്റ്റാണ്. ഇനി നമുക്ക് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. പുളിപ്പൊക്കെ ഇറങ്ങാം. ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ചാട്ടോ. നോൺ സ്റ്റിക്ക് പാത്രം അല്ല, എല്ലാവരും ശ്രദ്ധിച്ചോളണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അടിപിടിക്കലൊന്നും ഉണ്ടാവില്ല. നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് ഏറ്റവും ഫ്ലെയിം കുറച്ചേ ഇടാവുള്ളൂ. ഇനി ഒരു കാര്യം ചെയ്യണം, ഉപ്പൊന്ന് നോക്കണം. പാവയ്ക്കയിലൊക്കെ ഉപ്പ് ചേർത്തതാണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് പോരായി വരും. ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണം. ഇനി എന്നാന്നോ എനിക്ക് തോന്നിയേ ഇച്ചിരി എനിക്ക് തോന്നിയേ ഇച്ചിരി ഒരു പൊടിക്ക് ഉപ്പിന്റെ കുറവുള്ളൂ കേട്ടോ. ഒരു പൊടിക്ക്. ഇനി പുളി ചേർക്കണില്ല കേട്ടോ ഇവിടെ. ഇനി വേണ്ട, പുളി ടേസ്റ്റ് ചെയ്യാൻ തരാൻ കേട്ടോ. കയ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, പുളി ഉണ്ടെങ്കിൽ അപ്പൊ ഓടിക്കും. കയ്പില്ല, ലേശം പുളി പോലും പാടില്ല. കയ്പില്ലെന്നേ, പാകം കയ്പുള്ളൂ, ചെറു കയ്പുള്ളൂ. പാവയ്ക്കാൻ തോന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു ടൊമാറ്റോ നല്ല ഫ്ലഷി ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ എന്നാന്നോ ഞാൻ ഫ്ലാസ്കിലിരിക്കുന്നത് തിളച്ച വെള്ളം, അതിട്ടാൽ പറ്റൂല. അതിട്ടാൽ ശരിയാവൂല, ഇത് ഒത്തിരി ഇതായി പോകും, വെന്ത് കുഴഞ്ഞു കൊണ്ട് കുഞ്ഞിതായിട്ട് ചൂടാക്കി കുറച്ച് മതി. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അമ്മ പറയാം എങ്ങനെയാണത്. ഇതൊന്ന് ഇളക്കുക. ഒരു കുഴമ്പ് പരുവത്തിനാട്ടോ ഇതിൻ്റെ. അത് ഇങ്ങനെ ഒരു പരുവത്തിന് ഇതിരിക്കണം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ശരിക്കും എൻ്റെ അഭിപ്രായത്തിലില്ലേ, ഇതിന് പാവയ്ക്ക മസാലയെന്ന് അങ്ങനെ പറയാൻ പറ്റൂല. മസാലപ്പൊടികൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കണമുണ്ടെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ പാവയ്ക്ക കുറുമയെന്ന് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പാവയ്ക്ക കുറുമയോ അല്ലെങ്കിൽ പാവയ്ക്ക കുഴമ്പ് പാകത്തിന്, പാവയ്ക്ക റോസ്റ്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നല്ലത്. ഇത് ശരിക്കും മസാലയെന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനെ പാവയ്ക്ക മസാലയെന്ന് പറയണ എനിക്ക് തോന്നണ ഈ പൊടികളൊക്കെ ചേർക്കണോണ്ടായിരിക്കും. പാവയ്ക്ക കുഴമ്പ് പുരട്ടി. കുഴമ്പ് പുരട്ടി, അത് നല്ല പാകാ. അല്ല, അത് നല്ല പേരാ. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ പേരുകളിലാണ്. അല്ലെങ്കിൽ പാവയ്ക്ക പെരട്ടെന്ന് പറയാം. അത് പറഞ്ഞു, അത് നല്ല പേരാ. ഒന്ന് നോക്കിക്കോ ഉപ്പും ഇതുമൊക്കെ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യും. എത്രയേ ഉള്ളൂ പണി. അടിപൊളി. ശരിക്കും കുറച്ച് കയ്പേ ഉള്ളൂ. ടൊമാറ്റോയുടെ അങ്ങ് പിടിച്ചപ്പോഴേ കയ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടായതുകൊണ്ട് അത് ഇച്ചിരി വായിൽ വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്.
ഒട്ടും കയ്പില്ലല്ലോ, ഇത് പാവയ്ക്കാന്നേ പറയില്ല. ഇനി നമുക്ക് പുളി ചേർക്കണ്ട കേട്ടോ. പുളിയൊന്നും വേണ്ട. ഇനി ഒരു പുളിയും വേണ്ട, കാരണം ഇതിന് കയ്പേ ഇല്ല, ഒട്ടും കയ്പില്ല. അപ്പൊ എല്ലാവരും നിങ്ങള് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഒരു തരി പോലും പാവയ്ക്ക് കയ്പില്ല കേട്ടോ, കയ്പ് വന്നിട്ടില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. യു മസ്റ്റ് ഡെഫിനറ്റ്ലി ലവ് ദിസ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരുകൂടി ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവയ്ക്ക ഉറപ്പായിട്ട് കഴിക്കും, ഞങ്ങൾ ഗ്യാരണ്ടിയാണ് അല്ലേ. അതെ, ഒട്ടും കയ്പില്ല ഇതിന്. ഞാനൊന്ന് ഇളക്കട്ടായിട്ട് ഇളക്കി ഒന്നോടെ ഒന്ന് മിക്സ് ആക്കി കാണിക്കാം. ഇനിയിപ്പോ വേറെ ഡിസ്പ്ലേ വേണ്ടല്ലോ, വേണ്ട, ചോറിലെടുക്കുമ്പോ പോരെ. ചോറിലെടുക്കുമ്പോ കാണിക്കാൻ. നല്ല ടേസ്റ്റി ആട്ടോ, വെരി വെരി ടേസ്റ്റി. ഒരു തരി പോലും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവയ്ക്ക കടിക്കുമ്പോഴേ ഇത് പാവയ്ക്കാന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ പാവയ്ക്കാന്ന് പറഞ്ഞാല് കടിക്കുമ്പോ പിടി കിട്ടും. കടിക്കുമ്പോഴും തോന്നൂല, കയ്പില്ല. കയ്പില്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ നല്ല കറിയാട്ടോ. കറിവേപ്പില അവസാനം കൊണ്ടിട്ടു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. സൂപ്പർ. ഇനി ഒന്നും ചെയ്യാനില്ല. കിടു. ഇനി ചോറിലോ ഇടുമ്പോ കാണിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ദേ ഇന്ന് നമ്മളിതിന് പേരിട്ട പാവയ്ക്ക കുഴമ്പ്, അല്ലെങ്കിൽ പാവയ്ക്ക പെരട്ട്. പെരട്ടെന്നാ പേരിട്ട്. പാവയ്ക്ക കുഴമ്പായിരിക്കും ഇച്ചിരി നല്ലത്. പെരട്ടും രണ്ടും നല്ലതാ. അപ്പൊ അത് കൂട്ടി ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ, അതെ എങ്ങനെയാന്ന് അറിയാൻ അല്ലേ. ഇതിപ്പോ അപ്പയുടെ റൈസാണ്. വെളാമീൻ കറി എനിക്ക് കുഞ്ഞു കഷ്ണം മതി, അത് മതി. അതാ ഒരു കഷ്ണം കൂടെ വെച്ചേക്കാം. വെളാമീൻ കറി, പാവയ്ക്ക പേര് പറഞ്ഞോ, പെരട്ട. പാവയ്ക്ക കുഴമ്പ് അല്ലെങ്കിൽ പാവയ്ക്ക പെരട്ട. അമ്മയുടെ കേട്ടോ. ഞാൻ നടുക്കൊഴിക്കൂല, അരികിൽ ഒഴിക്കണ എന്റെയാ. അപ്പയുടെ ഞാനങ്ങ് എടുത്ത് കൊടുത്തു പോയി കേട്ടോ, അതുകൊണ്ടാണ് എന്റെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ കറി. അപ്പയുടെ ആണ് പൂക്കളം പോലെ ഇരിക്കുന്നത്. അതെ, നിങ്ങളുടെ രണ്ടുപേരുടെയും പൂക്കളല്ലേ. അതെ. നീ പക്ഷെ റൈസ് അല്ലല്ലോ കഴിക്കണം. പ്രോൺസ് ബിരിയാണി, ഇന്നലെ ഇരുന്ന ബിരിയാണിയുടെ ബാലൻസ്. അതെ. ഇങ്ങനെയുണ്ട് നമ്മുടെ പാവയ്ക്ക മസാലയൊക്കെ സൂപ്പർ ആയിട്ടില്ലേ. അപ്പോൾ ആക്ച്വലി ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ പാവയ്ക്ക മസാലയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ യമ്മിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കാരണം ഇന്നും ഒരു എക്സ്ട്രാ പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇന്നും അമ്മ അത് തന്നെ ഉണ്ടാക്കി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. കാരണം പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പാന്ന് പറഞ്ഞ് മടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ ഇതിനിട്ടിരിക്കുന്ന പേര് ഒന്നെങ്കിൽ പാവയ്ക്ക കുഴമ്പ്, അല്ലെങ്കിൽ പാവയ്ക്ക കുഴമ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ പേര്. പാവയ്ക്ക പെരട്ട്, അങ്ങനെയൊക്കെ പല പല പേരുകൾ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പേരെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ കൂടി നേരത്തെ പറഞ്ഞ പോലെ പാവയ്ക്ക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനിന്ന് ദേ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ദേ നമ്മുടെ വെണ്ടച്ചേട്ടൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇത് റെഡ് വെണ്ടയാണ് കേട്ടോ, നല്ല വളർച്ചയുണ്ട്. എല്ലാ വെണ്ടയ്ക്കും നല്ല വളർച്ചയുണ്ട്, നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നല്ല വളർച്ചയുണ്ട് കേട്ടോ. ഇത് പൂവിട്ടിട്ട് നിൽക്കുകയാണ്, കായ ഉണ്ടായിട്ടില്ല. സോ അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ നമ്മുടെ മിനിയേച്ചർ കുക്കിംഗ് ചെയ്യാനായിട്ടുള്ള സെറ്റൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. ആ സെറ്റ് ഇത് അവിടെ ആയിട്ടാണ്. അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, അത് അടുത്ത വീഡിയോ വരുമ്പോൾ കാണിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ ഇനി വീണ്ടും മിനിയേച്ചർ കുക്കിംഗ് കാണുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല, അതാ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കിടുക്കാച്ചി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് വേഗം തന്നെ ചെയ്തേക്കാം. ഓൾറെഡി ചെയ്തിട്ടുള്ളവർ ഒന്ന് റീചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണും വരേക്കും. Bye.